ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് വിളിക്കാത്തൊരു കല്യാണത്തിലാട്ടോ. അതായത് നമ്മളായിക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കണ്ടൊരു ഫംഗ്ഷനാണ്. എന്താണെന്നുള്ള അറിയില്ല കേട്ടോ. ഈ ഒരു കാർഡുണ്ട്, എന്താ സംഭവം എന്നുള്ള അറിയില്ല, ഒരു പരിപാടിയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെട്ടല്ലോ. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതെന്താ പരിപാടി എന്നുള്ളത് കേട്ടോ. എന്താ ഇല്ലെങ്കിലാ കാതുകുത്ത് എവ്വളോ ആൾക്ക് ഒരേ വീട്ട് പയ്യൻ പിള്ളേക്ക് പൊരിച്ചിരിച്ച് അടിപൊളി. ഇപ്പതാ തിരിച്ചിരിച്ച് അടിപൊളി. അപ്പോൾ കാത് കുത്തുന്ന പരിപാടിയാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വന്ന് കാതുകുത്ത് அப்படிங்களா? சரி நம்ம இப்படியே ட்ராவல் பண்ணுறவங்க. சரி, நல்ல பார்த்தாச்சு, அடிபொலிட்டியா. இவர விசேஷமா? யார் விசேஷம்? பையன் விசேஷம். உங்களுக்கு விசேஷமா? நீங்களே வச்சுருக்கேன். പോണ യാത്രയിൽ കണ്ടതാണ്. തേനി മധുര റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. സിമ്പിളായിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് എന്നുള്ള കേട്ടോ. നമ്മളവിടുത്തെ പോലെ പൈപ്പ് ഉരുട്ടിയിട്ട് അതിന് എങ്ങനെ ഇരിക്കാമെന്ന് ചിന്തിക്കേണ്ട മാതിരിയൊന്നും ഉള്ള അവസ്ഥയില്ല. ഇതിലിരിക്കാനൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. സിമ്പിളാണെന്നുള്ളതാണ്. 4 ഫില്ലറുകൾ തീർത്തിട്ട് ഒരു സ്ലാബാണ് വാർത്തിട്ടിരിക്കുകയാണ്. ഇരിക്കാനായിട്ട് ഒരു ചുമരിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കാല് തൂക്കിയിട്ട് തന്നെ ഇരിക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിൽക്കുകയാണ് കണ്ടോ. നമ്മളെ ചന്തി നേരെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, അടിപൊളിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ലൊരു കൺസെപ്റ്റ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ വെയിറ്റിംഗ് ഷെഡുകൾ മതി എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. അതായത് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇങ്ങനെ കണക്കിട്ടിട്ട് മാത്രം കാണണം. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കാൻ അത്രത്തോളം ചിലവ് വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇതിനിപ്പോൾ എത്ര ചിലവ് വരാമെന്നുള്ളത് കമൻറ്റ് ഇടിയിട്ടാ. മറ്റുള്ളവർക്ക് അറിയാമല്ലോ, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടി. മുരിങ്ങൻ്റെ ഇല ഉണക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. മുരിങ്ങ ഇല എന്താ ചെയ്യണമെന്നുള്ളത് അറിയില്ല. നമുക്ക് കൂടുതലായിട്ട് ഇവരോട് ചോദിച്ചു നോക്കാം. മോനസിനെ കണ്ടിട്ട് അവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ഇത് മുരിങ്ങൻ്റെ ഇലയാണ് കേട്ടോ. മുരിങ്ങ ഇലയാണ് ഇങ്ങനെ ഉണക്കാട്ടിട്ടുണ്ട്. ഇത് എന്തിനാ ഉപയോഗിക്കണമെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. இப்படி இலை எதுக்கு? இது பூரா பவுடர் பண்ணுறக்கா? டேபிள் பவுடரா? இது எங்கே போகிற? மும்பை. இந்த வண்டியில் என்னென்னா இது இந்த குச்சி, இதனுடைய வேஸ்ட் குச்சி. மாட்டுக்கு தீவனம் அரைக்கிறது. அப்படிங்களா? சரி. இங்கே எல்லா இடத்துலையும் வைக்கல. இலை எடுத்ததுக்கு அப்புறம் இந்த குச்சி இது மாட்டுக்கு போகிறேன். சரி. மாட்டுக்கு அரைச்சி தீவனம் போடுறது. நீங்கள் உங்களதா இது இடம்? ஆமாம், இது இடம் வேற உங்கது. வாடகைக்கு எடுத்து நீங்களா பண்ணுறது? அடிபொலி ஓனரான்ட்டா. சரி. உங்கள் பேர் என்னண்ணா? கருப்புத்துறை. எந்த இடம் இது? இது வந்து ஆண்டியூட்டி பக்கம் ரங்கநாதபுரம். சரி. இவர் ஜோலிக்கு எவ்வளோ ஆள் இருக்கண்ணா? அது வந்து வெளியில் ஆள் வேலை பார்க்கும். இங்கே வேலை பார்க்குறதுக்கு ஒரு 7 பேர். சரி. வெளியில் ஓடிச்சு கொண்டு வர்றதுக்கு வேற ஆள். ரெகுலராக பிஸ்னஸ் இருக்கா? சரி அண்ணா. அங்கே போய் பார்த்துட்டு சரிண்ணா. அக்கா நல்லா இருக்கியா? சாப்பிட்ருக்கிறீங்களா? சரி. வேண்டாம் சாப்பிட்டாச்சுண்ணா. സാപ്പിട്ടാച്ച്. നമ്മളിതിൻ്റെ ഉള്ളിൽ കൊണ്ട് വന്നപ്പോൾ ഒരുപാട് ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. വലിയൊരു ബിൽഡിങ്ങാണ്, വാടകയ്ക്ക് എടുത്തതാണ്. എന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഇല ഒരു മെഡിസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയൊരു ബിസിനസ് കൺസെപ്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറേ സ്ഥലങ്ങൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. മെഡിസിന് വേണ്ടിയിട്ട് ഉണക്കിയിട്ട് ഇത് കയറ്റുമതി ചെയ്യണം ബാംഗ്ലൂർക്ക് കേട്ടോ. അടിപൊളി, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരാശയം.
ഇതട്ടോ അതൊക്കെ മുരിങ്ങൻ്റെ ഇല ഉണക്കിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ പച്ച ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാക്കിയിരിക്കുകയാണ്. ഇനി ഇല മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കും കേട്ടോ. ഈ കമ്പും ചുള്ളിയൊക്കെ ഒഴിവാക്കും. ഇല മാത്രമാണ് കേട്ടോ അവർ കയറ്റി വിടുന്നത്. അടിപൊളി. അപ്പോൾ ഈ കാണുന്നത് ഇല വേറെ എടുത്തിട്ടുള്ള കമ്പും ചുള്ളികളാട്ടോ. ഇതൊക്കെ വേസ്റ്റാണ്. ഇതൊക്കെ മാടിന് തിന്നാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകട്ടോ. അതായത് ആടുകൾക്കും പശുക്കൾക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ നല്ലൊരു ഐഡിയ കൺസെപ്റ്റാണ് കേട്ടത്. മോനസിന് പിന്നെ എവിടെ പോയാലും കമ്പനിയാണ് കേട്ടോ. അക്കൻ്റെ കൂടെ അതാ ചായ കുടിക്കാനിരുന്നിക്കണവന്. അന്നെവിടെ നിർത്തട്ടെ ഞങ്ങൾ? നിർത്തട്ടടാ. ചൂടുണ്ടാ? അന്നെ അക്ക ഇവിടെ നിർത്താൻ പറഞ്ഞു. അക്ക കൂടെ നിർത്തട്ടെ? അക്ക കൂടെ നിർത്തട്ടെ? ഇവിടെ നിൽക്കല്ലേ? അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ് നമ്മൾ കണ്ടപ്പോഴാണ് എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇതുപോലെ ഇലയും കാര്യങ്ങളും ഇതെന്താണെന്നുള്ളത് നോക്കാൻ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു കൗതുകം ഇതിൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. അടിപൊളി. അപ്പോൾ ബിസിനസ് ആശയം ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൂപ്പര നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇവർ കേരളത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഒരു ജോലി ഇല്ലാതെ നടക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒക്കെ ചെറിയ ബിസിനസ്സുകൾ ചെയ്തിട്ട് വലിയ ഉന്നമനത്തിലെത്താൻ കഴിയുന്ന ഒരു സാധ്യതകളാകട്ടെ നമ്മൾ ഓരോന്നും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി സൈഡാക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ പുളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണം വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ യാത്രയിൽ തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണടിക്കാൻ മാത്രമുള്ള പൈസ കണ്ടെത്തി കഴിഞ്ഞാൽ യാത്ര ഇങ്ങനെ ചെയ്ത് പോകാമെന്നുള്ളതാണ്. വളരെ സന്തോഷമായി. പുളി ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. പിന്നെ നമ്മൾ ഈ തോട്ടം കാര്യങ്ങളൊക്കെ പോയി കാണുമ്പോൾ അവരെ സന്തോഷത്തിൽ അവർ ഓരോ സാധനങ്ങൾ തരുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ചിലവൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് ഒരു 50 റുപ്യ 100 റുപ്യേൻ്റെ പച്ചക്കറി മേടിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ള സാധനങ്ങളുണ്ടാവും. 2 പേരല്ലേ ഉള്ളൂ യാത്ര ചെയ്യാൻ. ഏതായാലും അടിപൊളി. അപ്പോൾ യാത്ര ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. ബാക്കിയുള്ളതൊക്കെ വഴിയെ നടക്കുമെന്ന് പറയുന്നത് ഇതിനൊക്കെ തന്നെ കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്ന പുളിമരങ്ങളാണ്. ഈ സൈഡിലൊക്കെ ഉള്ള പുളിമരമാണ്. അടിപൊളി പച്ച പുളി കേട്ടോ. ഈ പച്ച പുളിയും കുറച്ച് പച്ചപ്പുളി ഇട്ടുകാണ്ട് ചതക്കാനുള്ള മെഷീന് ഉള്ളിലുണ്ട്. പിന്നെ കുറച്ച് മുളകും കൂട്ടി കഴിഞ്ഞാൽ അത് മതി നമുക്ക് കഞ്ഞി കുടിക്കാനെന്നുള്ളതാണ്, അല്ലെ ചോറ് കഴിക്കാനുള്ളതാണ്. കുറച്ച് എണ്ണയും കൂട്ടിയാൽ പോരെ. അപ്പോൾ ഈ സൈഡിൽ കാണാനൊക്കെ പുളിമരങ്ങളാണ് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ, നല്ല അടിപൊളി മലകൾ നിൽക്കുന്നുണ്ട്. അടിപൊളി സ്ട്രെച്ചിങ്ങിൽ ചുറ്റുപാടും മലകളാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു മലനിരകൾ. അങ്ങനെ യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ്. വെള്ളത്തിൻ്റെ ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടുത്തത് കണ്ടപ്പോൾ കാണിക്കാണ്. ഭംഗിയില്ല. അങ്ങനെ മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തേനിന്ന്. ഇനി ഏകദേശം ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആടുകളൊക്കെ മേയാൻ പോകുന്ന സമയത്താട്ടോ നമ്മൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ പോലും മേഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണുള്ളത്. ഏകദേശം 6 മണിയൊക്കെ ആവും ഇവർ തിരിച്ച് അങ്ങോട്ട് വീട്ടിൽ എത്തുമ്പോട്ടാ. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് എല്ലാവരും. ഒരുപാടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് വേറെയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നുള്ളത് നോക്കിക്കാണി. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ യാത്രയിൽ. വരി വരി വരിയായി വരി വരി വരിയായി എന്നുണ്ട് വൈബായില്ലേ. ഒക്കെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇളം തണുപ്പുണ്ട്, മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകണേ. നമ്മളെ മധുരയ്ക്കുള്ള യാത്രയിൽ തന്നെയാണ് കേട്ടോ.
യാത്രയിൽ കണ്ടൊരു വണ്ടിയാണ്. ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ, വ്യത്യസ്തമായിട്ടുള്ള വണ്ടികൾ നിർമ്മിക്കുന്നതും റോഡ് സൈഡിൽ കാണാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ വണ്ടി എന്നില്ല അറിയില്ല, അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളി. കണ്ടിട്ട് ഏതാ വണ്ടി എന്നൊരു ഐഡിയ കിട്ടണില്ല ചേട്ടാ. ഏകദേശം റിഡ്സിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒക്കെ മോഡിഫൈ ആണ്, അടാറ് മോഡിഫൈ ആണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടണില്ല. ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചിലപ്പം ഇവിടെ ഇരുത്തിയിട്ടാവും ആളുകളെ കൊണ്ടുപോകുന്നുണ്ടാവുക. ഓരോ ഏരിയയിൽ ഓരോ പ്രത്യേകത ആണല്ലോ. പിന്നെ ട്രോളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഇരിക്കുന്ന സാധനം തന്നെ തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ചെയർ. ഏത് ഡെസ്റ്റിനേഷനിലേക്കും തിരിച്ചു വെക്കാം, അതിന് പറ്റണ മാതിരി കേട്ടോ ഇതിൻ്റെ ചെയർ എടുക്കണേ. പിന്നെ ആളെ ഏറ്റിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. ഇങ്ങനെ യാത്രയിൽ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. ഒക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണെന്നുള്ളതാണ് കേട്ടോ. ഏകദേശം ചേസ് കണ്ടിട്ട് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടണില്ല. വണ്ടി മൊത്തത്തിൽ മോഡിഫൈ ആണ്. പ്രത്യേകതരം കമ്പനിയാണ് ബിൽഡപ്പ് ചെയ്യണത് കേട്ടോ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിലൊന്ന് പറഞ്ഞു തരിട്ടാ. നമുക്ക് അക്കനെ കിട്ടിയിട്ടുണ്ട്. അക്ക പറയണേ ആളെ ഇറந்தாൽ കൊണ്ടുപോகிற വണ്ടി இல்லைங்களா இங்க அப்படிங்களா? உட்காந்துட்டா கொண்டு போகிறது? உட்காந்துட்டு கொண்டு போறியா? சில ஏரியாவில் படுக்க வைக்கிற மாதிரி இருக்கும். அது ஒவ்வொரு ஏரியாவில் ஒவ்வொரு மாதிரி. சரி. நேரத்துக்கு ஒரு வண்டி பார்த்தேன், ஃப்ரீசர் இருக்கு, உட்காந்துட்டு. சரி 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 அக்கா, கிளம்புறேன். உங்கள் பேர் என்னக்கா? செய்யா. இந்த ஏரியாவுக்கு என்ன சொல்கிறேன்? வீடு இது. இந்த ஊருக்கு என்ன பேர்? செல்லம்பட்டி. சரி சரி. இங்கேருந்து எவ்வளோ கிலோமீட்டருக்கு மதுரை? 50 கிலோமீட்டருக்கு இல்லையா? சரி அக்கா. இது என்ன ரேட்டு அக்கா? என்ன ரேட்டு? 80. ഗൂഗിൾ പേ ഇല്ല? ഒരു 80 കൊടുങ്ങ. കാക്കിലോ വേണ്ട, കാക്കിലോ 80. കാക്കിലോ ഉണ്ടായോ? കാക്കിലോ എടുക്കും. കാക്കിലോ ഒരു സാധനമാണ് കഴിക്കണ, ടേസ്റ്റുള്ള സാധനം. അങ്ങനെ മധുരയ്ക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല മഴ കേട്ടോ, അടിപൊളിയായിട്ട് മഴ പെയ്യണുണ്ട്. നല്ല ഇരുട്ടുമായിട്ടുണ്ട് കേട്ടോ. മധുരയിൽ സേലം പോണ റൂട്ടിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു ഓടിയുടെ അടിപൊളി ഷോപ്പ്. ഓടിയുടെ ഷോപ്പ് കാണാൻ തന്നെ ഭംഗിയുണ്ട് കേട്ടോ. അവരാ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ചതുരാകൃതിയിലാട്ടോ അവരാ ഫ്ലോട്ട് കിടക്കുന്നത്, ആ ഒരു ബിൽഡിങ് കിടക്കുന്നത്. അടിപൊളി 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 സ്ട്രെച്ചിങ്. ആ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ, JCB. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാടുണ്ട്, ഒരു പറമ്പ് നിറച്ച് JCB. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം, അതിൽ നിർത്തിയതാണ്. എങ്ങനെയുണ്ട്? ഇത്രയും JCBകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഒരുപാടുണ്ട് കേട്ടോ, വലിയ വലിയ JCBകളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. എന്നോട് ഇഷ്ടപ്പെട്ടോ? ആ കാണുന്ന അവിടെ ഒക്കെ ഉണ്ട്, വലിയ JCBകളുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ.